പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ വീട്ടിലെ വഴക്കുകൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ വഴക്കുകൾ നമുക്ക് ഒഴിവാക്കിയിടാൻ പറ്റും. നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രം. കാര്യം നമുക്കൊരു അച്ഛനും അമ്മയും ഉണ്ട്. ആ അച്ഛൻ്റെ അമ്മയുടെയും മക്കളുമാരായിട്ടാണ് നമ്മൾ വളരുന്നത്. നമുക്ക് സഹോദരന്മാരുണ്ട്, സഹോദരികളുണ്ട്, നമുക്ക് മറ്റുള്ള ബന്ധുക്കാരെല്ലാം ഉണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ വളർന്നു വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കല്യാണം കഴിച്ച് നമുക്ക് ഭാര്യയാവും, നമുക്ക് കുട്ടികളാവും. ആ കുട്ടികൾക്കുള്ള അച്ഛനും അമ്മമാരുമാണ് നമ്മൾ. ഇത് ഇത്രയും ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള, അതായത് 99% വഴക്കുകൾ ഒഴിവാകും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മക്കളായിട്ടാണ് ഞാൻ അമ്മയായത്, അമ്മയായിട്ടാണ് ഞാൻ അമ്മൂമ്മയായത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ച് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അച്ഛനും അമ്മയും നമ്മൾ സ്നേഹിക്കും, നമ്മളെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കും, മറ്റുള്ളവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ പെരുമാറി നമുക്ക് ഒരു ചിന്തയും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കുള്ള അധപ്പതനമാണ്. നമുക്ക് ഇനി അങ്ങോട്ട് പോകും തോറും നമ്മളെ വൃദ്ധസാധനങ്ങൾ കൂടി വരും. നമ്മളെ കുട്ടികൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. നമുക്ക് വഴിയിൽ കിടന്നുറങ്ങേണ്ടി വരും, വൃദ്ധസ്ഥാനത്തിൽ പോയി കിടന്നുറങ്ങേണ്ടി വരും. നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങൾ ഇതിന് ഒരു തീരുമാനം കണ്ടെത്തി നിങ്ങൾ ഇനി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.